ചാനൽ. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും. പെട്ടിയൊക്കെ കണ്ട് പാക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് പാക്ക് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചാൽ പിന്നെ ഒരു വ്ലോഗായിട്ട് കൂടെ എടുത്തേക്കാം. അപ്പോൾ ഞാൻ പോകുന്നത് ഒറ്റയ്ക്കല്ല, എൻ്റെ അച്ഛനും അമ്മയും കൂടെ ഉണ്ട്. അപ്പം ഏട്ടൻ എന്തായാലും ഇവിടെ ഇല്ല, ഏട്ടൻ ബാംഗ്ലൂരാണ്. സോ അപ്പം ഞങ്ങൾ ഈ വട്ടത്തും ഓണം വീണ്ടും ബാംഗ്ലൂരാണ്. കാരണം കേരളത്തിലേക്ക് പോകാനും പറ്റില്ല, ഇവിടെ ആണെങ്കിലും ചേട്ടൻ ലീവും കാര്യങ്ങളൊന്നും കിട്ടില്ല. സോ അപ്പം ഞാൻ ഒരു 1 വീക്ക് ലീവ് എടുത്തിട്ട് അങ്ങോട്ടേക്ക് പോകാം എന്നുള്ള പ്ലാനിലാണ് ഞാനും അച്ഛനും അമ്മയും കൂടെ അങ്ങോട്ടേക്ക് പോകുന്നത്. സോ അപ്പോൾ അതിൻ്റെ പാക്കിംഗ് ആണ് ഇതൊക്കെ. ഏകദേശം ഞങ്ങളൊരു 10 ഡേയ്സ് കറക്റ്റ് പറഞ്ഞാൽ അവിടെ ഉണ്ടാവും. സോ അതിൽ കൂടുതൽ ലീവ് ഞാൻ എടുത്തിട്ടുമില്ല. പിന്നെ കൂടുതൽ എടുക്കാൻ പറ്റില്ലല്ലോ, കാരണം ഞാനിപ്പോൾ ഒരു 4 മാസത്തെ ഒരു ബ്രേക്കിന് ശേഷം ഇപ്പോഴാണ് ഞാൻ ഒരു ജോലിക്ക് ജോയിൻ ചെയ്തത്. സോ അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലായിട്ട് എടുക്കുന്നില്ല. ഒരു 10 ഡേയ്സ് അത് ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓണമായതുകൊണ്ട് തന്നെ ലീവൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഞാൻ ലോങ് വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. ബാംഗ്ലൂർ പോയിട്ട് എങ്ങനെയാണെന്നുള്ള കാര്യം അവിടെ ചെന്നിട്ട് നോക്കാം. ഓൾറെഡി കഴിഞ്ഞ വട്ടത്തെ ഓണം അവിടെയായിരുന്നു. ഓൾറെഡി അവിടെ എല്ലാ സ്ഥലങ്ങളും ബാംഗ്ലൂരാണെങ്കിലും മൈസൂരാണെങ്കിലും ഫുൾ കവർ ചെയ്തു. സോ അപ്പോൾ ഇനി പോകുമ്പോൾ ഞാൻ പറ്റുവാണെങ്കിൽ, ഉറപ്പില്ല, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ വ്ളോഗ് എടുക്കണം എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ വട്ടം ഞാൻ അങ്ങനെ വ്ളോഗൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ലായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഒരു വീഡിയോസും ഇങ്ങനെ വ്ളോഗുമായിട്ട് ബന്ധപ്പെട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല. സോ ഈ വട്ടം എന്തായാലും എനിക്ക് വ്ളോഗ്സൊക്കെ എടുക്കണം എന്നുണ്ട്. പിന്നെ അവിടുത്തെ സിറ്റുവേഷൻ കൂടെ നോക്കിയിട്ട് എങ്ങനെയാണെന്ന് ചെയ്യാം. വേറെ ചോക്ലേറ്റ്സ് ഒന്നും ഞാൻ മേടിച്ചിട്ടില്ല. ഞാൻ മേടിച്ചിട്ടുള്ള കുറച്ച് വാൽനട്ടും സംഭവിക്കും കുറച്ച് സംഭവം മേടിച്ചിട്ടുണ്ട്. അതുപോലെ പിന്നെ ഇവിടുത്തെ ഒരു ഗ്ലൂട്ടൻ ഫ്രീ ട്രയൽ മിക്സ് ഒരു സ്നാക്കാണ് സംഭവം. നമ്മൾ ഈ ഓട്സ് ഇല്ലേ, അതിൻ്റെ എല്ലാ നട്ട്സും സംഭവങ്ങളൊക്കെ വയ്ക്കുന്ന ഇതൊരു സ്പെഷ്യലാണ്. ഇത് മിക്സറല്ല, അങ്ങനെ സംഭവം. മിക്സർ എന്ന് പറയാൻ പറ്റില്ല, ഇതിൻ്റെ കുറച്ച് നട്ട്സും ബിറ്റൊക്കെ ചേർന്നിട്ടുള്ള ഒരു സംഭവമാണ്. ഓൾ ടൈം മൈ ഫേവറേറ്റ് ഡയറി മിൽക്ക്. ഇത് ഇവിടുത്തെ സ്പെഷ്യൽ സാധനമാണ് കേട്ടോ. ഒരു നമ്മുടെ ജെല്ലിയില്ലേ, ഫുഡ് ജംസ്, മൈസൂർ സാൻഡൽ. ഓൾമോസ്റ്റ് അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എനിക്ക് കുറച്ച് സാൻഡൽസ് വയ്ക്കണം. പിന്നെ എൻ്റെ കുറച്ച് ഐറ്റംസ് ഇല്ലേ, അത് ഞാൻ എന്തായാലും പോകാൻ നേരത്തെ മാത്രമേ സെറ്റ് ചെയ്യുന്നുള്ളൂ. കാരണം വെച്ചാൽ ആ സമയത്ത് യൂസ് ചെയ്യണമല്ലോ. അതുകൊണ്ട് പിന്നെ ഞാൻ ഈ 2 ബാഗ്, ഒരു ട്രോളിയും ഒരു ബാക്ക് പാക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ദയവായി പ്ലീസ് സപ്പോർട്ട്. കാരണം എൻ്റെ സ്റ്റാർട്ടപ്പാണ്. സോ അപ്പോൾ എനിക്കറിയില്ല എന്തൊക്കെ കണ്ടൻറ്റാണ് ഇടേണ്ടത്, അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ക്ലിയർ ആയിട്ടൊരു ഐഡിയ എനിക്കില്ല. ഞാൻ ആ ഒരു ഇതിലങ്ങ് തുടങ്ങി. എന്തായാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ വീഡിയോസ് ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ അതിലെന്തെങ്കിലും കണ്ടൻറ്റ്സ് വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ഇടുക. അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് കാവ്യാജൻ ഒഫീഷ്യലാണ്, അതിൽ വന്നിട്ട് മെസ്സേജ് ഇട്ടാൽ മതി. എന്തെങ്കിലും ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഇത് മാറ്റിയാൽ കൊള്ളായിരിക്കും, അങ്ങനത്തെ എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ ദയവായി നിങ്ങൾ അറിയിക്കുക. കാരണം സ്റ്റാർട്ടപ്പ് ആയതുകൊണ്ട് തന്നെ എനിക്കറിയില്ല എങ്ങനെയാണ് ഞാൻ ജസ്റ്റ് ഒരു നിമിഷം എൻ്റെ വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങി. ജസ്റ്റ് എൻ്റെ ഞാൻ പാട്ടിൻ്റെ പ്രോഗ്രാംസ് വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങി. ബട്ട് ഇങ്ങനെ ഇട്ട് തുടങ്ങിയതാണ്. പിന്നെ ഞാനതിൽ ആക്റ്റീവായി തുടങ്ങിയിട്ട് ഏകദേശം ഒരു മാസം ആകുമ്പോൾ പോകുന്നതേ ഉള്ളൂ ആക്റ്റീവ് ആവാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം, അങ്ങനെ തുടങ്ങിയതാണ്. സോ അപ്പോൾ എനിക്ക് കൂടുതൽ അതിനെപ്പറ്റി അറിയില്ല. അപ്പോൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് ഇടുക, കമൻറ്റ് ഇടുക, സപ്പോർട്ട് ചെയ്യുക. അത്രയേ ഉള്ളൂ. സോ അപ്പം പിന്നെ കാണാം. ബൈ ബൈ.